കേരളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നാൽ പോലും ശബരിമല വിഷയത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയാതെ തരമില്ല. അത്രയ്ക്കുണ്ട് ശബരിമല വിഷയത്തിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രസക്തി. അതേസമയം കേരളത്തിൽ ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലം തന്നെയാണ് പത്തനംതിട്ട നമുക്ക് പറയേണ്ടി വരും. കെ സുരേന്ദ്രനാണ് അവിടെ മത്സരിക്കുന്നത് ബിജെപിക്ക് വേണ്ടി. വീണ ജോർജ് സിപിഎമ്മിന് വേണ്ടിയും ആന്റോ ആന്റണി യുഡിഎഫിന് വേണ്ടിയും മത്സരിക്കുന്നു. ഇത്തവണ പത്തനംതിട്ട ആര് പിടിക്കുമെന്ന് തന്നെയാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളും ഉറ്റുനോക്കുന്നത്. അതേസമയം പത്തനംതിട്ടയ്ക്കായുള്ള പോര് എല്ലാ പാർട്ടികളും ഇപ്പോൾ മുറുക്കിക്കഴിഞ്ഞു. പത്തനംതിട്ടയിൽ ഇപ്പോൾ ആരാണ് ഭരിക്കാൻ പോകുന്നത്? പത്തനംതിട്ടയിൽ വീണ ജോർജും കെ സുരേന്ദ്രനും ആന്റോ ആന്റണിയും മത്സരിക്കുമ്പോൾ ആർക്കാണ് ഏറ്റവും അധികം രാഷ്ട്രീയ പ്രാധാന്യമെന്നും ഇവർ നോക്കിക്കാണുന്നു. ആന്റോ ആന്റണിക്ക് MP ആയി മത്സരിച്ച് ജയിച്ചു വന്ന പാരമ്പര്യമുണ്ടെങ്കിൽ തന്റെ MLA പാരമ്പര്യമാണ് വീണ ജോർജിന് പറയാനുള്ളത്. അതേസമയം അയ്യപ്പന്റെ സമരഭടൻ എന്ന ഒരു വിശേഷണമാണ് കെ സുരേന്ദ്രന് പത്തനംതിട്ട നിവാസികൾ ചാർത്തിക്കൊടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് പോലും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ ഒന്നോ രണ്ടോ തവണ ശബരിമല എന്ന് പറയാതെ തരമില്ല. അതാണിപ്പോൾ പത്തനംതിട്ട മണ്ഡലത്തിന്റെ രാഷ്ട്രീയ പ്രസക്തി. മണ്ഡല രൂപീകരണത്തിന് ശേഷമുള്ള മൂന്നാം തെരഞ്ഞെടുപ്പിന് കച്ചമുറുകുമ്പോൾ BJPക്ക് വാരണാസി പോലെയും കോൺഗ്രസിന് അമേഠി പോലെയും CPMന് വടകര പോലെയും അതിപ്രധാനമാണ് പത്തനംതിട്ടയും. പത്തനംതിട്ട ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളും കോട്ടയം ജില്ലയിലെ 2 നിയമസഭാ മണ്ഡലങ്ങളും ചേരുന്ന പാർലമെന്റ് മണ്ഡലത്തിലെ മനസ്സറിയാൻ കാത്തിരിക്കുന്നു എല്ലാവരും. ഒളിഞ്ഞും തെളിഞ്ഞും ശബരിമല തന്നെയാകും മുഖ്യ പ്രചാരണ വിഷയം. യുവതീ പ്രവേശന വിധിയുടെ പേരിൽ ജില്ലയിൽ സംഘർഷങ്ങളും ഹർത്താലുകളും തുടർക്കഥയായിരുന്നു. തെരുവുകൾ സമരഭൂമിയായി. പ്രളയക്കെടുതിയുടെ മുറിവുകളും ഏറെയുണ്ട്. റാന്നി, തിരുവല്ല, ആറന്മുള മണ്ഡലങ്ങൾ തകർന്നടിഞ്ഞു. നോട്ട് നിരോധനം, GST എന്നിവയെ തുടർന്ന് മാന്ദ്യം നേരിട്ട വ്യാപാര വാണിജ്യ മേഖലയെ പ്രളയം പൂർണ്ണമായി തകർത്തെന്ന് തന്നെ പറയാം. ഹാട്രിക് വിജയത്തിനാണ് ആന്റോ ആന്റണിയുടെ പോരാട്ടം. 10 വർഷത്തിനിടെ ആരെയും പേരെടുത്ത് വിളിക്കാനുള്ള സൗഹൃദം നേടിയെന്ന ആത്മവിശ്വാസവുമായി ഭൂരിപക്ഷം ഇരട്ടിയാക്കുകയെന്ന ലക്ഷ്യവുമായാണ് പോരാട്ടത്തിന് ആന്റോ ആന്റണി ഇറങ്ങുന്നത്. ആറന്മുളയിലെ വികസന നേട്ടങ്ങളാണ് പ്രചാരണ വിഷയമായി വീണ ജോർജ് ഉയർത്തിക്കാട്ടുന്നത്. നവോത്ഥാന മതിലിൽ മുന്നണികൾ തന്നെ അണിചേർന്നു. പ്രളയകാലത്ത് വീണ സജീവമായിരുന്നത് പ്രവർത്തകർ ഓർമ്മിപ്പിക്കുന്നു. കോരിച്ചൊരിയുന്ന മഴയിലും രക്ഷാപ്രവർത്തകയായി വീണ ജോർജ് നിറഞ്ഞു നിന്നു. പ്രതികൂല രാഷ്ട്രീയ കാലാവസ്ഥയിൽ പോലും പോരാട്ടത്തിനുള്ള വക നൽകിയാണ് ഓരോ തിരഞ്ഞെടുപ്പിലും കീഴടങ്ങിയിട്ടുള്ളത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് തോറ്റത് വെറും 89 വോട്ടിനാണെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ സുരേന്ദ്രനുള്ളൂ. ശബരിമലയിൽ സമരത്തിന്റെ പേരിൽ കോടതിയുടെ പ്രവേശന വിലക്ക് നേരിട്ട പത്തനംതിട്ടയിൽ തന്നെ സ്ഥാനാർത്ഥിയായി എത്തുന്നുവെന്ന കൗതുകമാണ് സുരേന്ദ്രനുമുള്ളത്. നേരത്തെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങിയതിന്റെ ആനുകൂല്യം വീണയ്ക്കുണ്ടെങ്കിലും സിറ്റിംഗ് MP ആയി മണ്ഡലത്തിൽ തന്നെയുള്ളതിനാൽ അതൊരു പ്രശ്നമല്ലെന്ന നിലപാടിലാണ് ആന്റോ. ശബരിമല സമരം മുതൽ മണ്ഡലത്തിൽ സജീവമായതിന്റെ ആത്മവിശ്വാസം സുരേന്ദ്രനുമുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.